പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ 4ാമത്തെ രാജ്യത്തേക്ക് പോവാണ് നമ്മളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ബാസിത്ത് ഉറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ വീട് കോഴിക്കോടാണല്ലോ. അപ്പോൾ കോഴിക്കോട് നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഇപ്പോൾ ചൈനയിലേക്കാണ്. ഇതൊരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടെ കുറച്ച് ഷൂട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഒരു ചെറിയ 5 ദിവസത്തെ ട്രിപ്പാണ്. ചൈന മൊത്തമായിട്ടൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. ചൈനയിലെ മക്കാവ് എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്, അവിടെയാണ് ഞാൻ എൻ്റെ വരുന്ന 5 ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ കാണുന്ന കാഴ്ചകളും എൻ്റെ കൊച്ചു കൊച്ചു അനുഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ചേർക്കാൻ പോവുകയാണ്. വെൽക്കം ടു ഫോട്ടോ ചാനൽ. ചൈനയുടെ ആദ്യ കാഴ്ച. ലാൻഡ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ നമ്മൾ വ്ളോഗ് റെക്കോർഡ് ചെയ്യുന്നത്, ഇനി മുതലുള്ള വ്ളോഗൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് DG പോക്കറ്റ് 3-ലാണ്. ഇപ്പോൾ DGൻ്റെ തറവാട്ടിലാണ് ഉള്ളത്. ബസ്തേ തറവാട്ടിലേക്ക് വന്നിരിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ 2 ക്ലൈൻറ്റുകളാണ് DGയും Insta360. അപ്പോൾ ഈ രണ്ടിൻ്റെ നമ്മുടെ ഹാനയാണോ അത്? Welcome to China. Thank you. Welcome to China. Really nice to meet you. Let's go. Let's go. നമ്മൾ ഇവിടുന്ന് ഒരു ഷട്ടിൽ ബസ് എടുത്തിട്ട് വേണം പോകാൻ. ഞാൻ അവരുടെ പെർമിഷനൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ അവർക്ക് ഓക്കെ ആയിരുന്നു. Michael from United States and Ashik from Hi Michael. India. I'm Ashik from India. Michael. Okay. നമ്മൾ വന്ന കാര്യം ഇവിടെ ഇൻ്റർനാഷണൽ മക്കാവ് ഇൻ്റർനാഷണൽ ട്രാവൽ എക്സ്പോ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഗസ്റ്റായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്. വാസ്യത്തിന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. എന്താടാ മക്കളെ എനിക്ക് വേണ്ടത്? ചൈന ഭാഷേൻ്റെ മുമ്പ് പോയിട്ട് നിൽക്കൂലേ? അതാ ഇഷ്ടം പോലെ ചൈന ഭാഷ അവിടെ പോയിക്കോ. ഓക്കെ ഓ ക്ലിക്ക്. അടുത്ത ബോസ് ക്ലിക്ക് ക്ലിക്ക്. സന്തോഷം വരട്ടെ, സന്തോഷം. ചൈനയിലാണ് നിൽക്കണേ. ക്ലിക്ക് ചെക്ക്. നമുക്കൊരു സിം ഇട്ട് നോക്കിയാലോ? എന്നാവാ നമ്മളെ ഫസ്റ്റ് ചൈനീസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസിലേക്ക് പോയാലോ? എനിക്കിഷ്ടം കഥ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ. പക്ഷെ നമ്മളിവിടെ നിന്നൊന്നും വാങ്ങില്ല, വെറുതെ നോക്കാലോ. പെപ്പർമിൻറ്റ് ക്യൂർ, ഇതൊക്കെ എന്താ കൊള്ളാല്ലേ? കടന്നു വരൂ. കിൻഡർ ജോയ് നാട്ടിലെ സാധനം തന്നെ. എന്തൊക്കെയോ ഉണ്ട്. എനക്ക് കോടാലി തൈലോ എനക്കല്ലേ മൂക്ക് കയറ്റണം എന്ന് പറഞ്ഞാൽ. അതെ. വെൽക്കം ടു ഹോങ്കോങ്. പക്ഷെ നമ്മൾ ഹോങ്കോങ് ഇറങ്ങാനല്ല കേട്ടോ വന്ന്. നമ്മളിനി ഇവിടുന്ന് പോവാണ് മക്കാവ്. നമ്മളെ ടീം മൊത്തം അവിടെ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയൊരു ആൾക്കൂട്ടം കാണുന്നില്ലേ? അതിൽ പകുതി ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ള. ഫൈനലി സെറ്റായി. നമ്മളിനി മക്കാവിലേക്ക് പോവാണ്. ഇതൊക്കെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരാട്ടോ. ഇവര് 4 പേര് ഇന്തോനേഷ്യക്കാരാണ്, ഒരു അമേരിക്കക്കാരൻ, പിന്നെ നമ്മളെ ബാസിത്ത്, പിന്നുള്ളത് ഞാൻ. യെസ്, മക്കാവ് പോർട്ടിലേക്ക് പോണ വണ്ടി. ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവിലേക്കുള്ള ഈ ഒരു ബസ് യാത്ര അത് ഏകദേശം 2 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ജേണിയാണ്. എന്നാലും മറ്റൊരു കൺട്രി അല്ലേ, അപ്പോൾ പുറത്തുള്ള മനോഹരമായ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മളൊരു കടലിൻ്റെ നടുവിലൂടെയുള്ള ഒരു ബ്രിഡ്ജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് പകുതി ദൂരം കടലിൻ്റെ മുകളിൽ കൂടെ പോകും, ഇടയ്ക്ക് കടലിൻ്റെ അടിയിലൂടെ പോകും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പോക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഏതായാലും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകുന്ന സമയം പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പാണ്. അപ്പോൾ നമ്മൾ ഹോങ്കോങ്ങിൽ ഇറങ്ങിയിട്ട് ഇവിടെയാണോ ഇറങ്ങി? എയർപോർട്ട് ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഹോങ്കോങ്ങിൽ ഇറങ്ങിയിട്ട് ഇതാ ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ, ഈ കടലിൻ്റെ നടുവിലൂടെയുള്ള ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് മക്കാവ് ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബ്രിഡ്ജിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അത് ആന അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആന എപ്പോൾ പറഞ്ഞുതരും. ഇവിടെ ബ്രിഡ്ജിനൊരു പീസ് മിസ്സിങ് ആണ്. എങ്ങനെയുണ്ട് പാസ്ത എൻ്റെ ഒരു ചൈനീസ് എക്സ്പീരിയൻസ്? വളരെ അതെ. അമ്പരചുംബികളായ കെട്ടിടം കാണുന്നില്ലല്ലോ, പോയോ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഹാന കണ്ടുപിടിച്ചേ. ഹാനൻ്റെ ഫോണാട്ടോ അത്. ഇറ്റ്സ് കറൻ്റ്ലി ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് ഇമ്മേഴ്സ്ഡ് ടണൽ. ഏറ്റവും നീളം കൂടിയ വെള്ളത്തിനടിയിലൂടെയുള്ള ടണലും ലോങ്ങസ്റ്റ് സീ ക്രോസിംഗ് ബ്രിഡ്ജ് ടണൽ ഹൈവേ കോമ്പിനേഷൻ ഇൻ ദ വേൾഡ്. ഇപ്പം ഇങ്ങനെ 2 പ്രത്യേകത ഉള്ളത്. വെള്ളത്തിനടിയിൽ കൂടെ ഉള്ളതും കടൽ ക്രോസ് ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ്. അതാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ആന.
ഇപ്പം നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കടൽ വെള്ളമാണ്, കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. നമ്മുടെ ലഗേജ് നമുക്ക് കൈ കിട്ടി. താങ്ക് യു. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് വേണം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ.你要绕一下是吧？那你绕吧。你不是去酒店吗？对，我是去酒店。去酒店了。 ഭയങ്കര റിലാക്സ്ഡ് ആണ് കേട്ടോ ഇവിടുത്തെ ട്രാഫിക്കൊക്കെ. 酒店了。 അതായത് മക്കാവിലെ റഷ് അവറാണ് ഇപ്പോൾ. ഇവിടുത്തെ ആളുകൾ ഓഫീസ് വിട്ട് പോയത് ഏകദേശം 6 മണി സമയത്താണ് പറഞ്ഞത്. 6 മണിയാണ് ഇപ്പോൾ ഇവിടുത്തെ റഷ് അവറാണ് കാണുന്നത്. 那您就按照那，就是你开反方向了，它在那边，我以为很神奇。 നമ്മളെ ഇന്ത്യയിൽ ഹർത്താൽ ഉണ്ടായാൽ പോലും ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് റോഡ് ഉണ്ടാവും.所以我不知道您按这个地址找，这个上面不是有地址吗？因为这个名字我说好几次，是都找不到。哎呀，我从来没见过这个酒店了。 ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന്. നമ്മളെ പാസ്പോർട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. യെസ്, ഇതാണ് നമ്മുടെ റൂം. ഈ ബെഡ് ഞാനെടുത്ത്. അതാകുമ്പോൾ എനിക്കിത് അങ്ങോട്ട് ഉരുണ്ട് പോയിട്ട് ഇവിടുന്ന് വ്യൂ കാണാം. ഓ നൈസ്. ബാങ്ക് ഓഫ് ചൈന. നമുക്ക് അവിടെ കയറി കുറച്ച് കറൻസി ഇടുന്നു. ഇപ്പൊ ബാസത്തെ നമ്മുടെ കുബേരൻ ലൈഫ് നമ്മള് ഇന്ന് തുടങ്ങിയാണ്. നമ്മളെ മറ്റേ കോട്ടില്ല അല്ലേ, കുബേരൻ കോട്ട്. ചൈനയുടെ തെരുവുകളിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. എരുന്ത് എന്തൊക്കെ ഫുഡാണ്. ഓയിസ്റ്റർ, സ്പൈസ് അപ്പ് യുവർ ലൈഫ്. ഓക്കെ, ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറുന്നത്. മെനുവിൽ പല പല സാധനങ്ങളുണ്ട്. പെപ്പർ ഫ്രോഗ്, കുരുമുളക് ഇട്ട ഫ്രോഗ് അല്ലെങ്കിൽ തവള, ബോയിൽഡ് ഫിഷ്. നമുക്ക് തൽക്കാലം ചിക്കൻ്റെ എന്തെങ്കിലും ഡിഷ് എടുക്കാം. ബുൾ ഫ്രോഗ്, അത് വേറെന്തോ ഒരു വെറൈറ്റി തവളയായിരിക്കും. നമുക്ക് സേഫ് ഓപ്ഷൻ ആയിട്ട് ചിക്കൻ്റെ കൂടെ. ചിക്കൻ മതി. You want this sweet? Okay. This one or this one? This one? This one? Okay. And for the meal? Chicken? Chicken? Okay. ഇതെന്താ? സോയ് സോസ് ചിക്കൻ. നമുക്ക് രണ്ടും ഓരോന്ന് പറയാം. ഷെയർ ആക്കാം. Teach me how to do it. Okay. Here. Okay, and this? See, with these 2 fingers. Yes. And use the flexible, the first finger do like this. Yeah. Do one touch it. കിട്ടി, സാധനം കിട്ടിയില്ലേ? ടെക്നിക്ക് പിടിപ്പി. ഓ സക്സസ്ഫുള്ളി ഒന്ന് ഇന്ത്യ പിടിപ്പിക്കും. ഇതിങ്ങനെ ഈ രണ്ട് പേരല്ലേ ഓൾ ദ ചിക്കൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. ഇനിയും കുറച്ചും കൂടെ ഐറ്റംസ് വരാനുണ്ട്. നമ്മൾ ഇവിടെ ബ്രെഡിൻ്റെ പതിവില്ല. ഇതെന്താ, എന്തോ ഒരു സാധനം. ഇതൊരു വെറൈറ്റി സാധനം. ഇത് നമ്മളെ മഷ്റൂം പോലത്തെ എന്തോ ഒരു ഫംഗിയാണ്. എരിവുണ്ട് സാധനം. ഇതൊരു പുഴുവിനെ പോലെ. ഈ പുഴുവാണോ ഇവിടെ ബാസിത്തുന്ന പുഴു? അണ്ടിപ്പരിപ്പ് പോലുണ്ടല്ലോ. ഒരു പുഴുവിനെ കിട്ടിയത്. പിന്നെ ഒരു ഫുൾ ചത്ത കോഴി ഇവിടെ കിടപ്പുണ്ട്. അതെനിക്ക് പ്രശ്നമില്ല. ഒരു പുഴുവാണ് എനിക്ക് പ്രശ്നം. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. ചൈനീസ് ഫുഡ് കൊള്ളാം. ഒരു റോ ടച്ച്. നമുക്ക് ഓരോ വെജിറ്റബിളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. വലിയ റിസ്കി സാധനങ്ങളൊന്നും ട്രൈ ചെയ്തില്ല. ചിക്കന്, ബീഫ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ ഐറ്റംസ്, ഇത്രയും സാധനങ്ങളാണ് ട്രൈ ചെയ്തത്. ഇതെന്തൊക്കെയാണ്? ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സാധനം വെച്ചാ ഞാൻ കഴിച്ചോട്ടെ. ഒരു വേരിൻ്റെ ചായയാണ്. ഒരു ഇറത്തി ടേസ്റ്റുള്ള ഒരു നല്ലൊരു ഐറ്റം.
ഇതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കിയാൽ ഉള്ളിലൊരു വൈറ്റ് ജെല്ലി എലമെൻറ്റ്. ഇത് വെളുത്തുള്ളി ഉണക്കി വാട്ടിയിട്ടതാണ്. ചൈനീസ് ഫുഡ് ഇത്രയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എൻജോയ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മൾ നമ്മുടെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, 10 മണിക്ക് താഴെ എത്തണം. എന്നിട്ട് അവിടെ പോയിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേർത്തിട്ട് ബ്രഞ്ച് കഴിക്കാന്നാണ് അവർ പറയുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടെന്ന് ചൈനയിൽ. ചാറ്റ് GPT പറഞ്ഞുകൊണ്ട് നമ്മൾ റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. കാര്യം ഇതൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സാണ്. ഇവരെല്ലാം ചേർന്നാണ് നമ്മൾ അടുത്ത കുറച്ച് ദിവസം യാത്ര ചെയ്യാൻ പോകുന്നത്. യാത്രയൊന്നുമില്ല, ഇവിടുത്തെ ചില സ്ഥലങ്ങൾ കറങ്ങുക, ചില സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ ഒരു കാറിൻ്റെ ഇൻറ്റീരിയർ എന്ന് കണ്ടളയാം. നമ്മൾ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. ഇതൊരു ഇൻഡോർ സ്റ്റേഡിയമാണ് കേട്ടോ. അപ്പോൾ മഴ പേടിക്കണ്ട. നമ്മളെ മൈക്കിൾ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്ന ട്രാവലിംഗ് ഫോട്ടോഗ്രാഫറിനാണ്. പുള്ളി പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ പറയുന്നത് ഇവിടെ കാണുന്ന ഈ പാലങ്ങളും, അതായത് ആ പുറത്ത് കാണുന്ന പാലം, ഈ സംഭവങ്ങളൊക്കെ ഇറ്റലിയിലുള്ള ഓരോ സാധനങ്ങളുടെ നോക്ക് ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മോഡൽ ഉണ്ടാക്കി വെച്ചാന്നാണ് പറയുന്നത്. മക്കാവോ 1999 വരെ വേറൊരു ചൈനേൻ്റെ ഭാഗമായിരുന്നില്ല കേട്ടോ, പോർച്ചുഗീസ് കോളനി ആയിരുന്നു. അപ്പോൾ 1999 ശേഷമാണ് അവർ ചൈനയോട് ചേർന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വ്യത്യസ്തമായ ആർക്കിടെക്ചറും കൾച്ചറൊക്കെ കാണാൻ പറ്റുന്നത്. ഞാൻ പെട്ടെന്ന് സ്കൈ ആണെന്ന് വിചാരിച്ച്, പക്ഷെ അതൊരു ഫേക്ക് സ്കൈ ആണ്. ഞാൻ നോക്കാം ഇവിടെ എന്താ മഴ പെയ്യാത്ത, ഇവിടെ ആകാശം ഉണ്ടല്ലോ എന്ന്. പക്ഷെ അത് ഫേക്കാണ് ഗൈസ്, മെയ്ഡ് ഇൻ ചൈന സ്കൈ. ഫോട്ടോഷോപ്പ് ഇൻ റിയൽ ലൈഫ് സ്കൈ ഒക്കെ റിപ്ലേസ് ചെയ്ത് വെനീസിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഇൻസൈഡാട്ടോ. അപ്പോൾ ഇവിടെ സ്കൈ ഒക്കെ മാറ്റി ഇങ്ങനെ ആക്കി വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ആളുകൾക്ക് ടൈം മനസ്സിലാവരുത്. അപ്പോൾ ആളുകൾ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും, കൂടുതൽ സാധനങ്ങൾ മേടിക്കും, പൈസ കൂടുതൽ ചിലവാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ്. So Hannah, is this a shopping mall? Yeah, every hotel got an amazing shopping mall. Oh, so this is also a hotel? Yes. Okay. അപ്പോൾ ഇതൊരു ഹോട്ടലുമാണ്. ഇവിടുത്തെ എല്ലാ ഹോട്ടലുകൾക്കും ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടോ? അപ്പോൾ അതുപോലെ ഇവിടുത്തെ ഏതൊരു ഹോട്ടലിൻ്റെ ഷോപ്പിംഗ് മാളാണ്. വിച്ച് ഹോട്ടൽ ഇസ് ദിസ്? Willison. Yeah. Okay. The Wellington. Winniton area. Yeah. Okay. Now we are going to the Cote Expo. ഓക്കെ. അപ്പോൾ വിനീറ്റൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹോട്ടലാണിത്. ആ ഹോട്ടലിൻ്റെ ഉള്ളിലെ ഷോപ്പിംഗ് മാൾ നമ്മളുള്ളത് കേട്ടോ. നമ്മൾ എക്സ്പോ ഏരിയ എൻ്റർ ചെയ്യാണ്. ഫുൾ ആളാണ് അവിടെ. നമുക്കൊരു ID കാർഡ് കിട്ടി ഇവിടെ. യെസ്, ഇറ്റ് സേസ് സ്റ്റാഫ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ സ്റ്റാഫായി. ഇവള് പറയുന്നത് ഇനി കൂട്ടം തെറ്റി പോയത് ഒരുമിച്ച് നിൽക്കണം എന്നാണ്. ഇവിടുന്ന് വിട്ടാൽ പിന്നെ കിട്ടൂല. എനിക്ക് സിമ്മായി വിളിച്ചാലേ കിട്ടും, പക്ഷെ വേറെ ആർക്കും സിമ്മും വിളിച്ചാൽ കിട്ടുന്ന ഓപ്ഷൻ ഒന്നുമില്ല. നമ്മളിത് എൻ്റർ ചെയ്യാൻ പോവാണ്. ഗേറ്റാണിത്. യെസ്, ചിങ്കാരിമേളുണ്ടല്ലോ. ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് കൗണ്ടറുകളുണ്ട്. ഇതിപ്പോൾ ഒരു ഹവായിയൻ ഇതിൻ്റെ ഒരു സാമ്പിൾ സ്ഥലമാണ്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ പല പല രാജ്യത്തിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രാജ്യങ്ങളുടെ അവരുടെ ടൂറിസം സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നത്. അങ്ങനെ പല കൗണ്ടറുകളുണ്ട് കേട്ടോ. ഫുഡിൻ്റെ കൗണ്ടറുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡ്, പല പ്രൊഡക്റ്റുകൾ, അങ്ങനെ പല സാധനങ്ങളുടെയും കൗണ്ടറുകളുണ്ട്. നമ്മളെ ഇന്ത്യേൻ്റെ ഒന്നും കണ്ടില്ല. ഹവായിയൻ, അബുദാബി, സ്പെയിൻ അപ്പുറത്തുണ്ട്. അങ്ങനെ ഫിലിപ്പീൻസ്, യൂറ്റാൻ്റെ ബ്രോഷർ എടുത്ത് നോക്കാം നമുക്ക്. ഈ ബ്രോഷർ ചൈനീസിലാണ്. You have an English? Yes, we only take care of the mainland China market, so there's no English material. ഇതിലുള്ള പല കൗണ്ടറുകളും മാർക്കറ്റ് ചെയ്തിരിക്കുന്നില്ല, ടാർഗറ്റ് ചെയ്യുന്നത് ചൈനീസ് ഓഡിയൻസിനെയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ചൈനീസ് എഴുത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ജപ്പാൻ്റെ കൗണ്ടറിലാണ്. ജാപ്പനീസ് ട്രഡീഷണൽ ഡ്രസ്സ്
അവരിട്ട ദൂരി തന്നാണ് എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സാരില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ആ അത് വേണ്ട, താങ്ക് യു. ഇങ്ങനെ നമ്മൾ തായ്ലൻഡിൻ്റെ കൗണ്ടറിൽ വന്നതാണ്. അത് അവരൊരു സാധനം തരിക നമുക്ക്, ഫ്രാഗ്രൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. താങ്ക് യു. യെസ്, ഇത് തായ്ലൻഡിൻ്റെ എന്തോ ഒരു ആയുർവേദ കൗണ്ടറാണ്. നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ടൊരു സാധനം കിട്ടിയാണ്. താങ്ക് യു. വീണ്ടും നമ്മൾ മുമ്പോട്ട് നടന്നപ്പോൾ ചൈനീസ് ട്രഡീഷണൽ ഡ്രസ്സ്, അതായത് ചൈനയിലെ പല ഭാഗത്തുള്ള പല കൾച്ചറിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ കറങ്ങി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈമേ. അപ്പോൾ നമ്മൾ ഇനി ബ്രഞ്ചാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. Man, how did I do that yesterday? Yeah, got it. Yes. എൻ്റെ ഫുഡ് വന്ന് ചിക്കൻ റൈസാണ്. ചോറുണ്ട്, ചിക്കൻ്റെ എന്തോ ഒരു ഡിഷ് ഉണ്ട്, സൂപ്പ്, പിന്നെ 2 സോസും ഒരു ചട്നി. അവസ്ഥ കണ്ട് ഓൾ റൈറ്റി. മൈക്കിളിൻ്റെ ഫുഡ് ലുക്സ് സോ നൈസ്. ഐ സ്മെൽ ഫിഷ്. ഇതായിരുന്നു ഉണക്കമീൻ്റെ മണം വരുന്നേ. ഓ, അതൊരു കാലല്ലേ കിടക്കണേ? പട്ടിക്കാലോ എന്താടാ, വെറുതെ പറഞ്ഞ. ഇവിടെ ചിക്കൻ ഭയങ്കര സോഫ്റ്റാണ്. ഇതെങ്ങനെ ഒരു കട്ട് ചെയ്ത് എല്ലാം അടക്കം സ്മൂത്തായിട്ട് കട്ട് ചെയ്യുന്നു അല്ലേ? എന്തോ ഒരു പച്ചക്കറി. ചിക്കൻ്റെ അടിയിൽ എന്തൊക്കെയോ പച്ചക്കറികൾ വീണ്ടും കാണുന്നുണ്ട്. റാഡിഷ് പോലുണ്ട്, ഉപ്പിലിട്ട. നമ്മക്കല്ലോ നമ്മുടെ നാട്ടിൽ പോയി തിന്നുന്ന പോലെ തിന്നാതെ ഒരു സുഖമില്ല. കൈ കൊണ്ടൊന്നും ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. പിന്നല്ല, ഇവരൊക്കെ മറ്റേ കമ്പിയും കോരും ഒക്കെ എടുത്ത് തിന്ന്, ഞാനും കുറച്ച് തിന്നോക്കി, പക്ഷേ നടക്കുന്നില്ല. എനിക്കും വയസ്സായി, വീടിനും വയസ്സായി മോനെ മൂട്. ഈ എൻ്റെ വോയിസ് ഓവർ ക്യാരക്ടറിലേക്ക് പോയി. ഇപ്പോൾ നമ്മളൊരു ചൈനീസ് ട്രഡീഷണൽ ഡാൻസ് പെർഫോമൻസ് ആണ്. നല്ല റിസൾട്ട് കാണാൻ. അയ്യോ, കൈ കാണുന്നില്ല. I'll start from this way. കാക്ക പറ പറ. Sorry. Do we need to talk? Copy everything. 我们演员扮。 Yeah. Thank you. It's kind of like the opera body language, you know, how you to do the greeting things to be like this. ഇല്ലല്ലോ, Let's go. അങ്ങനെ ഞാനൊരു ഓപ്പറക്കാരനായി. Let's go. Let's go. ഈ വിശക്കുന്നുണ്ട്. ഞാനും ബാസും കൂടെ ഇനി ചായ കുടിക്കാൻ വന്നതാണ്. ചായ കുടിക്കണ കടിയാണല്ലോ. കടി നോക്കാം. എന്തൊരു മോച്ചി എന്ന് പറഞ്ഞ സാധനം കാണുന്നുണ്ട്. എന്തോ ഒരു ചൈനീസ് സാധനമാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മാംഗോ മൊച്ചി ഉണ്ട്, ബനാന മൊച്ചി ഉണ്ട്, അങ്ങനെ പല പല മൊച്ചികളുണ്ട്. ഓ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് പറയാ പിത്തായ എന്നല്ലേ. ഞാൻ ബനാന മൊച്ചി അടിക്കാം. 250 റുപ്യ ഉണ്ടാവും. പറയാൻ മറന്നുപോയി, ചൈന, ഞങ്ങൾ കണ്ട ചൈന ഈസ് വെരി എക്സ്പെൻസീവ് കമ്പയറിങ് ടു ഇന്ത്യ. നമ്മുടെ നാട്ടിൽ 20 റുപ്യക്ക് 1 ലിറ്റർ വെള്ളം കിട്ടൂലേ? ഇവിടെ 1 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ ഏകദേശം 100 രൂപ, ഇന്ത്യൻ രൂപ 100 രൂപ ഇക്വലൻ്റ് ആയിട്ടുള്ള ചൈനീസ് റുപ്പീസ് ചിലവാക്കണം. ചൈനീസ് റുപ്പീസ് അല്ല അല്ലേ, ചൈന പൈസ ചിലവാക്കണം. അപ്പോൾ ചൈന ഈസ് കുറച്ച് എക്സ്പെൻസീവ്. വിൽ ഹാവ് ബനാന മൊച്ചി. ബനാന മൊച്ചി, യെസ്. താങ്ക് യു. നല്ല പഞ്ഞിക്കട്ട പോലുണ്ട് ഇവിടെ. നമ്മുടെ ബന്നൽ, ഇത് ബന്നല്ല, ഇത് റൈസ് ബേസ് ആണെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ നല്ല പഞ്ഞിക്കെട്ട് പോലുണ്ട് തൊടാൻ.
ഗുഡ്. അതുപോലെ നേരെ ഇതിൻ്റെ ഉള്ളിൽ പഴം ഒന്ന് വെച്ചിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള പഴം കുക്ക്ഡ് ഒന്നുമല്ല, പക്ഷേ രസമുണ്ട്. ഈ പുറത്തുള്ളത് മാഷ്മെല്ലോ ഒക്കെ പോലത്തെ എന്തോ ഒരു സാധനമാണ്. വേറൊരു ഫുഡ് കൗണ്ടറാണിത്. എന്തൊക്കെയാണിത്? റിസ്ക് ഫുഡുകളൊന്നും കഴിക്കാൻ വയ്യ. ഈവനിങ് ആയി, ടൈം ഇപ്പോൾ ഏകദേശം 4:45. എനിക്കിവിടെ നല്ല ചായ കിട്ടാത്തതുകൊണ്ട് ഞാൻ കാപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ദിവസം. താങ്ക് യു. കോഫി വാങ്ങി ഇനി നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാം. കഴിഞ്ഞ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടി നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഓരോ കൗണ്ടർ പോവും, എന്നിട്ട് ആ കൗണ്ടറിൽ ഇവരുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില ഗിഫ്റ്റുകളൊക്കെ കിട്ടും. പക്ഷേ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഒന്നും എൻ്റെ അടുത്തില്ലല്ലോ. അപ്പോൾ ഞാനത് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പറയാ കൊണ്ടുപോയിക്കോ ഈ ഫ്രീ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ട് എനിക്ക് തരും. അങ്ങനെ കുറേ ഗുഡീസ് കിട്ടിയിട്ടുണ്ട്. ബാഗ് ഫുള്ള് സാധനങ്ങളാണ്. ചൈനയിലൊരു ബസ് സ്റ്റാൻഡിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇങ്ങനെ കമ്പി കെട്ടിയിട്ടേ ക്യൂ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കയ്യൊക്കെ ഉള്ളവരൊന്നും ആദ്യം കയറി പോകാൻ പറ്റില്ല, നമ്മൾ ശരിക്കും ക്യൂ നിന്നിട്ട് തന്നെ പോകണം. കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്. കൊടിയൊക്കെ പിടിച്ചിട്ട് ഓരോ ഷോപ്പിംഗ് ഏരിയാസ്. ബ്രോഡ്വേ തിയേറ്ററോ എന്തായിരിക്കും? തിയേറ്ററിനായിരിക്കുമോ? ഒക്കെ റെസ്റ്റോറൻറ്റുകളാണ്. നല്ല രസമുണ്ട് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണാൻ. ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കണമെങ്കിലേ. അതൊരു ബസ് വെയിറ്റിംഗ് ഏരിയ ആണ്. ഈ ഭാഗത്തേക്ക് നമ്മളൊരു ക്യാബ് പിടിച്ച് തരുന്നുണ്ട് അല്ലേ? റുപ്യല്ല. നമ്മളിപ്പോൾ ഒരു 8 കിലോമീറ്റർ ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? 5 കിലോമീറ്റർ. 5 കിലോമീറ്ററിന് 5ൻ്റെ താഴെ വന്നതിന് എത്ര രൂപ? 800 എൻ്റെ മോനെ. നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ട് നമുക്ക് ഫ്രീ കിട്ടിയ ഗുഡീസാണ്. ഞാൻ എൻ്റെ ഐഡിയ പറഞ്ഞുതരാം എങ്ങനെ സംഭവം എന്നുള്ളത്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ എന്താ പറയുക, ഫ്രിഡ്ജ് മാഗ്നറ്റ്, കീ ചെയിൻസ്, അങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഓരോ കൗണ്ടറിൽ ഈ സാധനങ്ങൾ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുമല്ലോ. അപ്പോൾ ഒരു നമ്മളോട് ചോദിക്കണം, മോനെ ഇത് എടുത്തോന്ന്. പക്ഷേ ആരും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്പർ ഇടും. നമ്മൾ ഇത് വിൽക്കാനുള്ളതാണോ, ഇതിന് എത്ര റുപ്യാന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ നോ ഇത് സെയിലിനുള്ളതല്ല, ഇതിങ്ങനെ തരാനുള്ളതാണ്, എന്നാൽ വേണേൽ ഒന്ന് എടുത്തോന്ന് പറയും. അങ്ങനെ ചില കൗണ്ടറിൽ നിന്ന് അങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് അങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കും, താങ്ക് യു പറഞ്ഞു പോരും. ചില സ്ഥലത്ത് അവരുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷേ അവരെ സോഷ്യൽ മീഡിയ വീചാറ്റ് അങ്ങനെ കുറേ സാധനങ്ങളാണ്. അതൊന്നും നമ്മുടെ അടുത്തില്ല. ഇൻസ്റ്റാഗ്രാമൊന്നും അവന്മാർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന അടുത്ത് അതൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ ഇങ്ങനെ ഭാവ കെട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ആണോ കുഞ്ഞേ എന്ന സാരിൽ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു തരും. അപ്പോൾ ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറേ സാധനങ്ങൾ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അതിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. കീ ചെയിന്, ഇത് പിന്നെ വേറെ എന്തോ ഒരു സ്റ്റിക്കറാണ്. ഇതൊക്കെ ഒരു രസം, ഒരു സന്തോഷം ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ. പിന്നെ കുറേ ബുക്സ് ഉണ്ട്. ഇതൊക്കെ ചൈനയിലെ ഓരോ സ്ഥലങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഫോട്ടോസൊക്കെ ഉള്ള ടൂറിസം ബേസ്ഡ് ബുക്കുകളാണ്. അതിലൊരു ബുക്കിൽ, ഈ ബുക്കിനകത്ത് ഞാൻ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആളാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും. ഇത് റിയൽ സ്റ്റാമ്പാണ്. അതിൽ നമുക്കിതങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബുക്കിൻ്റെ അകത്ത് ഒരു 10-15 സ്റ്റാമ്പുകളുണ്ട്. സ്റ്റാമ്പും അതിൻ്റെ ഡീറ്റെയിൽസ്, ആ സ്റ്റാമ്പിലുള്ള ഫോട്ടോസിൻ്റെ വിവരങ്ങളൊക്കെയാണ് ഈ ബുക്കിലുള്ളത്. ഈ വീഡിയോ വളരെ ലോങ് ആയി പോകുന്നതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ നിർത്താം. ഇനി ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ ഈവനിങ് ആയല്ലോ, ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അതാണ് അടുത്ത എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആഷിഖ് സൈനിങ്.